ദില്ലിയിൽ പോയി പോലീസുകാരെ ആക്രമിക്കണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത വ്ളോഗർക്കെതിരെ കലാപാഹ്വാനത്തിന് ഫറോക്ക് പോലീസ് കേസെടുത്തു. OK അനാഷ് എന്ന മുഹമ്മദ് അനസിനെതിരെയാണ് കേസെടുത്തത്. BJP പ്രവർത്തകർ നൽകിയ പരാതിയിലാണ് കേസ്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത് മുഴക്കുന്ന്, ഈ കലാപാഹ്വാനത്തിന് എന്തിനാണ് ഈ ചങ്ങാതി ശ്രമിച്ചത്? എന്താണ് ഇയാൾ പറഞ്ഞത്? ദില്ലിയിൽ പോകണമെന്ന് മാത്രമാണോ അതോ പോലീസിനെ ആക്രമിക്കണമെന്ന് പറഞ്ഞോ? ആക്രമിക്കണമെന്ന് പറഞ്ഞെങ്കിൽ തെറ്റാ. അരുൺ, ഗുഡ് മോർണിംഗ്. അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ളൊരു സമൂഹ മാധ്യമ അക്കൗണ്ടാണ് OK അനാഷ് എന്നുള്ളത്. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് OK അനാഷിന്. ആ അക്കൗണ്ടിലാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. അത് കണ്ടവർക്കറിയാം, അല്പം പ്രകോപനപരമായിരുന്നു എന്നുള്ളതിൽ തർക്കമില്ല അരുൺകുമാർ. അതിൽ പറയുന്നത് ദില്ലിയിലേക്ക്, ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ദില്ലിയിലേക്ക് നിങ്ങൾ പോകണം, അവിടെ എത്തി പോലീസിനെ ആക്രമിക്കണം എന്നുള്ളതായിരുന്നു. മാത്രമല്ല, നേപ്പാളിലെയും ശ്രീലങ്കയിലെയും ബംഗ്ലാദേശിലെയും ഒക്കെ ജൻസി പ്രതിഷേധങ്ങളെ കൂടി അതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. താൻ നേപ്പാളിലെ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും പോലീസിന്റെ തല്ല് വാങ്ങിയിരുന്നുവെന്നും ഒക്കെ മുഹമ്മദ് അനസ് എന്ന വ്യക്തി ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. മാത്രമല്ല, പാർലമെന്റ് ആക്രമിക്കപ്പെടണം, ഭരണഘടന കത്തിക്കണം എന്നുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഈ വീഡിയോയിലൂടെ അദ്ദേഹം നടത്തിയത്. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ വൈറലാകുന്നു. ഉടൻ തന്നെ അത് പോസ്റ്റ് ചെയ്ത് മിനിറ്റുകൾക്കകം തന്നെ മുഹമ്മദ് അനസ് അത് പിൻവലിക്കുന്നുണ്ട്, ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനോടകം തന്നെ അത് വളരെയധികം വൈറലാവുകയും ചെയ്തു. പിന്നാലെ അദ്ദേഹം ഒരു ക്ഷമാപണം നടത്തിയുള്ള വീഡിയോയും പോസ്റ്റ് ചെയ്തിരുന്നു. താൻ കരുതിക്കൂട്ടി മനഃപൂർവ്വം ഇട്ടൊരു വീഡിയോ അല്ല ഇത്, തന്റെ ലീഗൽ അഡ്വൈസർ പറഞ്ഞത് പ്രകാരം താനത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ആരും തനിക്കെതിരെ രംഗത്ത് വരരുത്, നമ്മൾ മലയാളികളല്ലേ എന്നൊക്കെയായിരുന്നു അദ്ദേഹം മറ്റൊരു ക്ഷമാപണ വീഡിയോയിലൂടെ ആളുകളോട് അഭ്യർത്ഥിച്ചത്. പക്ഷേ അതിനോടകം തന്നെ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ ഇദ്ദേഹത്തിനെതിരെ പരാതിയൊക്കെ പോയിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിലിപ്പോൾ കേസ് വന്നിരിക്കുന്നത് കോഴിക്കോട് ഫറോക്ക് പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ ഒരു BJP പ്രവർത്തകനാണ് ഇപ്പോൾ പരാതി നൽകിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കലാപാഹ്വാനത്തിന്, അതായത് BNS 192 പ്രകാരം ഈ മുഹമ്മദ് അനസിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. മറ്റ് നടപടികളിലേക്ക് കൂടി പോലീസ് കടക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുള്ള വിവരം. വല്ല കാര്യമുണ്ടോ? ഈ പ്രതിഷേധ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുമ്പോഴും നമ്മൾ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൂല്യങ്ങളോട് പൂർണ്ണമായിട്ടും ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രതിഷേധമേ പാടുള്ളൂ. ഏതെങ്കിലും തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായി നിയമമൊക്കെ കയ്യിലെടുത്തോളാം എന്നാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ പാവപ്പെട്ട മനുഷ്യൻ അവിടെ നിരാഹാരം കിടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കമ്മുമടിയായിട്ട് പോയി പോലീസിനെ ആയിട്ട് ഏറ്റുമുട്ടിയപ്പോൾ